അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ്. ഇന്ന് ഞങ്ങളുടെ വർക്ക് കൊളീഗ്സ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ക്രിസ്മസ് പാർട്ടിയിലേക്ക് പോകുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ക്ലീശേ വ്ളോഗാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ ഷീൻ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പാവങ്ങളുടെ ബ്രാൻഡായി ഷീനിൽ നിന്ന് വാങ്ങിച്ച ഒരു ജമ്പർ ഡ്രസ്സാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഒരു ലോങ് സ്ലീവ് ആയിട്ടുള്ള ഒരു ബോ ഫിറ്റഡ് ആയിട്ടുള്ള ഒരു സ്വെറ്റർ കം നെറ്റ് ഡ്രസ്സാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തോന്നി. ബ്രാൻഡഡിനെ പുറകെ പോകാതെ ഷീനിൽ വളരെ നല്ല ഡ്രസ്സുകളുണ്ട്, ഷീനിലേക്ക് പോകൂ എന്നാണ് ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ആ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്കിൻ കെയറിലേക്ക് കിടക്കുകയാണ്. ഞാൻ ആദ്യം ഒരു ടിർട്ടറിൻ്റെ ടോണർ ആണ് മുഖത്തേക്ക് ഇട്ടിരിക്കുന്നത്. ഇറ്റ്സ് എ കൊറിയൻ ബ്രാൻഡ്. അത് കഴിഞ്ഞിട്ട് മിക്സൂൺ ബീൻ എസൻസ് ക്രീം ആണ് ഞാൻ മുഖത്തേക്ക് ഇട്ടേക്കുന്നത്. എൻ്റെ മുഖം ഭയങ്കര ഡ്രൈ ആണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ഇടും. ആൻഡ് ഈ രണ്ട് പ്രോഡക്റ്റും ഇറ്റ് റിയലി ഹെൽപ്സ് മീ എ ലോട്ട് ടു പ്രിവെൻറ്റ് ലോഡ് ഓഫ് ഡ്രൈനെസ്. എൻ്റെ മുഖത്ത് ഭയങ്കര ഡ്രൈനെസ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ രണ്ട് പ്രോഡക്റ്റ്സും ഭയങ്കരമായിട്ട് എഫക്റ്റായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഭയങ്കര കാശുകാരി. അങ്ങനെയൊന്നും അല്ല. ഇവിടെ ഞാൻ യു കെ സ്റ്റുഡൻ്റായിട്ട് വന്ന സമയത്ത് ഈവൻ ബോഡി വാഷ് കൊണ്ട് പോലും മുഖം കഴുകിയ ഒരു കാലം സക്കീർ ബൈക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സ്റ്റേജസ് ഒക്കെ മാറി മാറി വരുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കണം. അപ്പോൾ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ മേബിളിൻ്റെ ഏജ് റിവൈൻഡ് പെർഫെക്റ്റർ, ഒരു 4-in-1 ഗ്ലോ പ്രൈമർ കൺസീലർ ഹൈലൈറ്റർ ഫൗണ്ടേഷൻ ആണ്. ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും ഇടുന്ന ആളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, പിന്നെ സത്യമായിട്ട് ഇടുന്ന ആളല്ല. ഞാൻ നാട്ടിൽ വെച്ച് ഇടുമായിരുന്നു, പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്ന്. ഇപ്പോഴും എനിക്ക് അറിയില്ല. യു കെ വന്നിട്ടാണ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. കാരണം നമ്മൾ നാട്ടിൽ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിനോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചൊറിയുന്ന നാട്ടുകാരും റിലേറ്റീവ്സും നിങ്ങൾക്ക് ഉണ്ടില്ലേ, എനിക്കും ഉണ്ട്. അവരിങ്ങനെ വന്നിട്ട് പറയാം, അയ്യേ ഇതെന്താ മുഖത്ത് കാണിച്ചു വെച്ചേക്കുന്നത്, പുട്ടി അടിച്ച് വെച്ചേക്കുന്നത്, അയ്യേ ഇതെന്താ മുഖത്ത് കാണിച്ചു വെച്ചേക്കുന്നത്, അയ്യേ എന്നുള്ളൊരു ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ പതറിപ്പോവും. നമ്മൾ പിന്നെ മേക്കപ്പിൻ്റെ കാര്യമേ നമ്മൾ ചിന്തിക്കില്ല. പക്ഷേ ഇവിടെ അങ്ങനല്ല കേട്ടോ. ഇവിടെ വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് കോംപ്ലിമെൻറ്റ്സ്. ലൈക്ക് നമ്മളിപ്പം നമ്മളെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ അവർ ആക്ച്വലി ദേ വിൽ ടെൽ ലൈക്ക്, ഓ യു ലുക്ക് ബ്യൂട്ടിഫുൾ എന്ന് നമ്മളോട് തന്നെ പറയും. ഇപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ ഞാനിപ്പോൾ ട്രൈ ചെയ്യുകയാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ ട്രൈ ചെയ്തു. അതങ്ങൊത്തു, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എന്നെ തന്നെ കുറച്ച് നേരം സ്മരിച്ചു. റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ശരിയായില്ല. എന്നാലും കുറച്ച് ഗ്ലോ ഒക്കെ ഫേസിലേക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, ഞാൻ നന്നായിട്ട് ചെയ്തല്ലോ. അങ്ങനെ നേരെ ഹോട്ടലിലേക്ക് പോയി. അവിടെ വി റിയലി ഹാഡ് എ വെരി ഗ്രേറ്റ് ടൈം. ഭയങ്കര ഹാപ്പിനെസ് ആയി. കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടായി. അവിടെ നിന്ന് ഞാൻ കുറച്ച് റീൽസൊക്കെ ചെയ്തു. ഞാൻ വിചാരിക്കുന്നു നിങ്ങളതെല്ലാം കണ്ട് കാണുമെന്ന്. അപ്പം ബൈ ഗായ്സ്, ബൈ.